ഹലോ മേരെ പ്യാരോ മിത്രോ, നമസ്തേ. ഹിന്ദി അക്ഷരങ്ങൾ നമുക്ക് എങ്ങനെ കൃത്യമായി പഠിക്കാം? അപ്പോൾ നമ്മൾ ആ പഠിച്ചു കഴിഞ്ഞു. ഈ ആ പഠിച്ചു കഴിഞ്ഞാൽ മറ്റ് 5 അക്ഷരങ്ങളും കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. ഏതൊക്കെയാണത്? ഇതാ നോക്കിയേ. ആ എന്ന അക്ഷരത്തിൻ്റെ ഒപ്പം ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഇങ്ങോട്ട് താഴേക്ക് വരച്ചാൽ അതെന്തായി? ആ എന്നായി. അപ്പോൾ അടുത്ത അക്ഷരം വരുന്നു. ഏതാത്? ആ എന്ന് നമ്മൾ വരച്ചതിനോടൊപ്പം അതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് നേരെ ചരിച്ചൊരു ലൈൻ. എവിടുന്നാ നമ്മൾ വരയ്ക്കണേ? നമ്മൾ ലെഫ്റ്റിൽ നിന്ന് താഴത്തേക്ക് വരച്ച് വെച്ചാൽ അതെന്തായി? ഓ എന്നായി. ഇത് നമ്മൾ മലയാളത്തിൽ ഓ ഓ എന്ന് പറയുമ്പോഴും ഈ അക്ഷരം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓ കഴിഞ്ഞു. അടുത്തത് ഇതാ വരുന്നു. നമ്മൾ വീണ്ടും ആ എന്ന് പറയുന്ന ആ ദീർഘം വരച്ചു. മുകളിലുള്ള ഒരു വര നമ്മൾ എന്താക്കി മാറ്റി? 2 വരയാക്കി മാറ്റുമ്പോൾ ഔ എന്ന സൗണ്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ഇതാ വരുന്നു. ആ മാത്രം എഴുതുന്നു. മുകളിൽ നമ്മളൊരു ബിന്ദി അല്ലേ, ഒരു ഡോട്ട് ഇടുന്നു. അതെന്തായി മാറും? എന്ന് പറയുന്ന ഒരു അക്ഷരമായിട്ട് മാറും. അപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ വരുന്നു. വീണ്ടും നമ്മൾ ആ എഴുതുന്നു. അതിൻ്റെ സൈഡിലായിട്ട്, ആ വരയുടെ സൈഡിലായിട്ട് നമ്മൾ 2 ഡോട്ട്സ് ഇട്ടാൽ ആ എന്നൊരു സ്വരം കിട്ടും. അപ്പോൾ നമ്മൾ ആ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ, ഓ, ഔ, ആ